നമസ്കാരം. സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള ഭിന്നത വാർത്തകൾ നിറയുമ്പോൾ മറുവശത്ത് സമസ്തയുടെ പുതിയ നീക്കം വാർത്തയാവുകയാണ്. കോഴിക്കോട് കേന്ദ്രീകരിച്ച് സ്വകാര്യ സർവകലാശാല ആരംഭിക്കാൻ 100 കോടി രൂപയുടെ പദ്ധതിയുമായി സമസ്ത AP വിഭാഗം രംഗത്ത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുശാവറ യോഗത്തിലാണ് തീരുമാനം ഉണ്ടായിരിക്കുന്നത്. പ്രസ്ഥാനത്തിനു കീഴിൽ നടന്നുവരുന്ന പ്രധാന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ സർവകലാശാലയ്ക്ക് കീഴിൽ ഏകോപിപ്പിക്കുകയും സർവകലാശാല സ്ഥാപിക്കുന്നതിന് ആവശ്യമായ പ്രാഥമിക പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുകയും ചെയ്യും. 100 കോടി രൂപയുടെ പദ്ധതി ആവിഷ്കരിച്ച് പ്രഥമഘട്ടത്തിൽ 50 കോടി രൂപ സമാഹരിക്കും. പാരമ്പര്യ വിദ്യാഭ്യാസത്തിന്റെ ആധുനികവൽക്കരണവും വാണിജ്യ വൈദ്യരംഗത്തെ പ്രത്യേക ഗവേഷണ വിഭാഗങ്ങളും ആരംഭിക്കും. ചരിത്രം, ഭാഷാ പഠനങ്ങൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടായിരിക്കും യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നത്. മറ്റ് ആധുനിക സാങ്കേതിക വിദ്യാഭ്യാസങ്ങൾ മർമ്മപ്രധാന പാഠ്യവിഷയങ്ങളായി കൊണ്ടുവരും. സമസ്തയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സംരംഭങ്ങൾ ഇന്ന് ലോകത്തിന് മാതൃകയാണ്. അതിന്റെ ഏറ്റവും മികച്ച സംവിധാനമായിരിക്കും സർവകലാശാല. ചരിത്രം, ഭാഷാ പഠനങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടായിരിക്കും സർവകലാശാല നിലവിൽ വരുന്നത്. മറ്റ് ആധുനിക സാങ്കേതിക വിഷയങ്ങളും പാഠ്യവിഷയങ്ങളായി കൊണ്ടുവരും. പാരമ്പര്യ വിദ്യാഭ്യാസത്തിന്റെ ആധുനികവൽക്കരണവും വൈദ്യരംഗത്തെ പ്രത്യേക ഗവേഷണ വിഭാഗവും ആരംഭിക്കും. സർവകലാശാല സ്ഥാപിക്കാൻ ആവശ്യമായ പ്രാഥമിക പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കാനാണ് തീരുമാനം. പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ജനറൽ സെക്രട്ടറിയായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. എന്തായാലും സമസ്തയിലെ ലീഗ് അനുകൂല വിരുദ്ധ വിഭാഗങ്ങൾ തമ്മിലെ പ്രശ്നത്തിന് താൽക്കാലികമായ സമവായം ഉണ്ടാകുന്നു. തർക്ക വിഷയങ്ങൾ പരിഹരിക്കാമെന്നും സമസ്ത നേതൃത്വം ഇരുവിഭാഗങ്ങളോടും അറിയിച്ചു കഴിഞ്ഞു. സമസ്ത മുശാവറയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത മുസ്തഫൽ ഫൈസിയെ തിരിച്ചെടുക്കുമെന്ന് ലീഗ് അനുകൂല വിഭാഗം ഉന്നയിച്ചു. CACയിൽ സമസ്ത തീരുമാനം എല്ലാവരും അംഗീകരിക്കുന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്ക് ലീഗ് വിരുദ്ധ വിഭാഗവും ഉന്നയിച്ചു. നേതാക്കൾ ഉന്നയിച്ച വിഷയങ്ങൾ കേട്ടെന്നും അടുത്ത ദിവസങ്ങൾ പരിഹാരമുണ്ടാകുമെന്നും സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. അതുവരെ നേതാക്കൾ പരസ്യ പ്രസ്താവന നടത്തരുതെന്നും അദ്ദേഹം നിർദ്ദേശം നൽകുന്നുണ്ട്. പരസ്യ നിലപാടുണ്ടായാൽ നടപടി എടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.